നമസ്കാരം. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഓക്കെ, നമുക്കിന്ന് പുതിയ പുതിയ അക്ഷരമല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ അക്ഷരമാണ്. അതിൻ്റെ ചിഹ്നം നമുക്ക് പഠിക്കാം. ഓക്കെ, സമയം കളയാതെ നമുക്ക് വേഗം പഠിച്ചു തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് അക്ഷരവും അതിൻ്റെ ചിഹ്നമായിരിക്കും ഒന്ന് പറഞ്ഞു. ഏത് അക്ഷരവും ചിഹ്നമായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? ടീച്ചർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ നമ്മൾ പഠിച്ചു? ചിഹ്നങ്ങൾ ആ, ആ, ഇ, ഈ, ഉ, ഊ, അവിടെ വരെ പഠിച്ചു. നെക്സ്റ്റ് എന്തായിരിക്കും? റ് എന്ന് പറഞ്ഞേ. റ്. ഓക്കെ, അപ്പം റ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇന്ന് ഉദാഹരണ സഹിതം പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. റ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളാം. റ് നമുക്ക് എഴുതാൻ അറിയാലോ അല്ലേ? പഠിച്ചതല്ലേ നമ്മൾ എങ്ങനെയാണ് റ് എഴുതുന്നത്, 2 ലൈനിൽ എങ്ങനെ എഴുതണം, ഇത് രണ്ടും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കേണ്ടത് വിത്ത് എക്സാമ്പിൾ. നോക്കാം. റ് ഓൾറെഡി നമ്മൾ എഴുതാൻ പഠിച്ചതാണ്. ഇങ്ങനെയാണ് റ് എഴുതുക. കിട്ടിയില്ലേ? അധികം സമയം അതിനു വേണ്ടി കളയണ്ട, നമ്മൾ പഠിച്ചതാണ്. ഇത് റ്. റ് എന്നതിൻ്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ആ ടീച്ചർ എഴുതാം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതാം. കണ്ട? എളുപ്പമല്ലേ? നോക്കിയേ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. ടീച്ചർ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഈ എന്നുള്ളത് പഠിച്ചില്ലേ? നമ്മൾ ഈ എന്നുള്ള ചിഹ്നം പഠിച്ചില്ലേ? അപ്പം എങ്ങനെ പഠിച്ചേ? കണ്ട അല്ലേ? അത് തല തിരിച്ചിടുന്നു, അത്രയേ ഉള്ളൂ. കണ്ടാ? ഈ എന്നുള്ള ചിഹ്നം നമ്മൾ ഇതിങ്ങനെ പഠിച്ചു. ഇതെന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വരുന്നു. കണ്ടോ? തല തിരിച്ചിടുന്ന പോലെയല്ലേ തോന്നുന്നത് അല്ലേ? പഠിക്കാൻ എളുപ്പത്തിനാണ് പറഞ്ഞു തരുന്നത്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇത് ഈയുടെ ചിഹ്നമാണ്, ഇത് റ് എന്നതിൻ്റെ ചിഹ്നമാണ്. ടീച്ചർ മാച്ച് കളയാം. അറിയാൻ വേണ്ടി, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ റ് എന്ന ചിഹ്നം ഇങ്ങനെ എഴുതാം. കണ്ടാ? നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പരിഷ്കരിച്ച രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതുക. കണ്ടാ? ഇതാണ് റ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഏതെങ്കിലും അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം വന്നു കഴിയുമ്പോൾ നിങ്ങൾ മറക്കരുത്, റ് എന്നതിൻ്റെ ചിഹ്നമാണെന്ന് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. എന്നാലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിൽ പതിയണം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒന്നുകൂടെ എഴുതാം നമുക്ക്. ഇത് ഇതിൻ്റെ ചിഹ്നമാണ് റ്. റ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. കിട്ടിയോ? ക്ലാസ്സിൽ ഒരക്ഷരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരക്ഷരം ടീച്ചർ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവും അത്. അപ്പം ഇത് റ് എന്ന നമ്മുടെ ഇത് റ് എന്ന് പറയുന്ന നമ്മുടെ അക്ഷരമാണ്. ഈ അക്ഷരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഉദാഹരണം എഴുതി നോക്കിയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉദാഹരണം എഴുതിയിരുന്നു. ഏത് അക്ഷരമാണ് ഉദാഹരണമായിട്ട് എടുത്തത്? ത. ത എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങിയ അക്ഷരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നോക്കാം കേട്ടോ. നമ്മളിവിടെ ത എഴുതി, അത് കഴിഞ്ഞിട്ട് ഈ ചിഹ്നം നമ്മൾ എഴുതുന്നു. ഇതെങ്ങനെയാ വായിക്കുക? ആദ്യത്തേക്ക് എങ്ങനെയാ വായിച്ചത് നമ്മൾ? ത, ത, തി, തീ, തു, തു. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? തൃ. എങ്ങനെ വായിക്കുക? തൃ. ഒന്ന് പറഞ്ഞേ. തൃ, തൃ, തൃ. തൃക്കേട്ട. മനസ്സിലായോ? തൃ. കിട്ടിയോ? ടീച്ചർ ഒന്നുകൂടെ എഴുതി കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരുമിച്ച് ടീച്ചർ പറയുമ്പോൾ ആദ്യം മുതൽ പഠിച്ചത് പറയുമ്പോഴാണ് ആ ഒരു
പരിചയം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം മുതൽ താ താ തീ തീ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഒന്ന് എഴുതിയാലോ? താ താ തീ തീ തു തൂ. ഇതെങ്ങനെയാണ്? തൃ. എന്താണ്? തൃ. കിട്ടിയോ? ഓക്കെ ആയോ? മനസ്സിലായോ? ഇത് ഓർഡറിൽ വരുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഓർഡറിൽ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ചേരുംപടി ചേർക്കാൻ പഠിപ്പിച്ചു. അപ്പം തെറ്റായ ഓർഡറായിട്ടാണ് തന്നത് അല്ലേ? നിങ്ങളാണത് യോജിപ്പിച്ചത്. അതേപോലെ ഇവിടെ ടീച്ചർ ഓരോ അക്ഷരവും എന്ത് ചെയ്യും? ഇപ്പം ടീച്ചർ ഓർഡറിൽ എഴുതി, ഇനി ഓർഡർ ഇല്ലാതെ എഴുതും. അപ്പോൾ നിങ്ങൾ ഏത് അക്ഷരമാണ്, ഏത് ചിഹ്നമാണ്, ഏത് ചിഹ്നത്തോടാണ് ഈ അക്ഷരം ചേർന്നിരിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഓർഡർ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം. ത താ തി തീ തു തൂ. ഇപ്പോൾ പഠിച്ചതാണ് തൃ. ഏതക്ഷരത്തിൻ്റെ ചിഹ്നമാണിത്? ഇത് ഏതക്ഷരത്തിൻ്റെ ചിഹ്നമാണ്? റ് എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഈ ചിഹ്നം നമ്മുടെ ത എന്ന് പറയുന്ന അക്ഷരത്തോട് ചേരുമ്പോൾ വിളിക്കുന്ന പേരാണ് തൃ. തൃ എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. കിട്ടിയോ? തൃ. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വാക്കുകളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം അക്ഷരങ്ങൾ മനസ്സിൽ തറവാവട്ടെ. ഓക്കെ, അപ്പോൾ പഠിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ശുഭദിനം.